ഗായ്സ്, അങ്ങനെ ഞാൻ ഇച്ചും കൂടി മാറ്റി റെഡിയായി യേശുവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്ക് ഇച്ചുതാ എന്തോ ഒന്ന് നോക്കുന്നുണ്ട് ഒച്ച കേട്ടിട്ട്. അപ്പോൾ അതെന്താണ്? അത് ഗ്യാസും വണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഇച്ചു അതിനൊക്കെ നോക്കി നിൽക്കുമ്പോഴേക്ക് നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം ഓട്ടോ കയറി. ഇച്ചുനാണെങ്കിൽ ഈ ഓട്ടോ പോവാ ബസ്സിൽ പോകാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പോവാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നേരെ KSRTC ബസ്സൊക്കെ പിടിച്ചു. സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്താ വേണ്ടേ? വേറെ ഒന്നും വേണ്ട. അത്രയും രസമാണ് ഈ ആലക്കോട് നടുവിലൊക്കെ പോകുന്ന ഭാഗം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാറ്റും ആ സൈഡ് സീറ്റും ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. ഇവിടെയെങ്ങാനും വീടായാൽ മതി എന്ന് എനിക്കിങ്ങനെ ഒരു ചിന്ത വരും. അത്രയും രസമാണ്. അങ്ങനെ നമ്മൾ നടുവിലെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കാട് നസിയും കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നടക്കാൻ വേണ്ടി തുടങ്ങി. യേശുവിനെ വിളിച്ചു കൂട്ടാം, നമുക്ക് വീട് അറിയില്ലല്ലോ. അപ്പോൾ അത് ആളങ്ങനെ വരുന്നുണ്ട്. അവൾ പറഞ്ഞത് കുറച്ച് നടന്നാൽ മതി, എന്നിട്ടൊന്ന് വളയുമ്പോഴേക്ക് വീടെത്തിയെന്ന്. പക്ഷേ നടക്കുമ്പോൾ കുറച്ചും കൂടി അധികം ഉണ്ട്. അവസാനം നമ്മൾ വീട് കണ്ടുപിടിച്ചു മക്കളെ. അങ്ങനെ നേരെ വീട്ടിൽ കയറിയപ്പോൾ തന്നെ ഇതാ ഇച്ചു വയസ്സും കൂടിയുള്ള കളിപ്പാട്ടം മൊത്തം എടുത്തിട്ടുണ്ട്. യേശു ആണെങ്കിൽ ടാങ്കും കേക്കും കപ്പ ചിപ്സൊക്കെ തിന്നാൻ വേണ്ടി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ തിന്ന് സൊറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പിള്ളേരാണെങ്കിൽ ഇതാ കളിപ്പാട്ടമൊക്കെ എടുത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സ്നേഹം വന്നിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഓൾ അടുത്ത ബസ്സിന് വരുന്നുണ്ട്. അപ്പം ഓളെ കൂട്ടാൻ വേണ്ടി യേശു പോയപ്പോൾ നമ്മളൊന്ന് വീടൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. എല്ലാം പോയി കണ്ടു. അന്നേരത്തേക്ക് ഇതാ സ്നേഹേനെയും കൂട്ടി യേശു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് യേശുവിൻ്റെ റൂമിൽ കയറി. നസിയാണെങ്കിൽ ഊഞ്ഞാൽ കിട്ടിയപ്പോൾ തൊട്ട് പ്രാന്തളകിയ മാതിരിയാണ്. അതിൽ തന്നെ ഊഞ്ഞാൽ അടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കുഞ്ഞിനെ പോലെ നോക്കാണ്ട് ആടുമെന്ന്. അനക്ക് ഊഞ്ഞാലാടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കുരിപ്പ് എണീച്ചിട്ട് വേണ്ട എനക്കൊന്ന് ആടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇരുന്നതേ എനിക്ക് ഓർമ്മയില്ല. അപ്പോഴേക്ക് ഇവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് വയറ് നല്ല കരച്ചിൽ വരാൻ തുടങ്ങി. നേരെ താഴേക്ക് പോയി നെയ്ച്ചോറും ചിക്കൻ കറിയും അച്ചാറും സാലഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നമ്മളെല്ലാവരും കൂടി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്തു. കാരണം ഇത് നമ്മുടെ ലാസ്റ്റ് ഒത്തുകൂടലാണ്. സ്നേഹയാണെങ്കിൽ പോക്കായി കേട്ടോ. അവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ പോവാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് മീറ്റാണ് എല്ലാവരും കൂടി. അപ്പോൾ പിന്നെ യേശുവിൻ്റെ ഹസ്ബൻഡ് നമ്മളെ കാറൊക്കെ എടുത്തിട്ട് ഉണ്ണേട്ടൻ നേരെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ നടുവേൽ ടൗണിലേക്ക്. അങ്ങനെ ആടെ എത്തി നമ്മളെല്ലാവരും കൂടി ഒരു ഷെയ്ക്കോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും തിന്നാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മൂന്നാളും കോക്ടെയിൽ പറഞ്ഞു. നസി ആണെങ്കിൽ ഫലൂദ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അതൊക്കെ തിന്ന് കഴിയുമ്പോഴേക്ക് ബസ്സിൻ്റെ സമയമായി. പിന്നെ ഓടി പിടിച്ചതാണ്. ഓടി നസീനെ ബസ്സിൽ കയറ്റി വിട്ടു. നമ്മളെ ബസ് വന്നപ്പോൾ യേശുവിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പകുതി കറങ്ങും. സ്നേഹമാണെങ്കിൽ നേരെ ടൗണിലേക്കാണ്. അങ്ങനെ അവളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി. വീട്ടിലെത്തിയപ്പോൾ ഇച്ചു നല്ല ഉറക്കമാണ്. ബസ്സിനെ ഉറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം TV ഒക്കെ കണ്ടിരുന്നു. അവൻ എണീച്ച് കഴിഞ്ഞപ്പോൾ ആ ബുക്കൊക്കെ എടുത്ത് നമ്മൾ രണ്ടാളും എന്തൊക്കെയോ വരച്ചൊക്കെ കളിക്കുകയായിരുന്നു. ഞാൻ ഇച്ചൊക്കെ അവന് വീടും സൂര്യനൊക്കെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ എന്തൊക്കെയോ വരക്കുന്നുണ്ട്. പക്ഷെ ആൾ ഹാപ്പിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് വരാം.